നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. കുഞ്ഞാലിപ്പാറയുടെ വിനോദസഞ്ചാര സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു. MS മേനോൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തുമെന്ന് സംഘാടകർ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനം കോട്ട KEC UP സ്കൂളിൽ നടത്തി. കേരളം പദ്ധതിയിലൂടെ പട്ടികജാതി വിഭാഗത്തിലെ 50,000 യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തി നൽകുമെന്ന് മന്ത്രി OR കേളു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഹിരോഷിമ അനുസ്മരണം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കുഞ്ഞാലിപ്പാറയുടെ വിനോദസഞ്ചാര സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു. ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതിയിൽപ്പെടുത്തി വിനോദസഞ്ചാരികളെ കുഞ്ഞാലിപ്പാറയിലേക്ക് ആകർഷിക്കാനുള്ള ഫലപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൽ നിന്നും 4-അംഗ സംഘം വ്യാഴാഴ്ച രാവിലെ കുഞ്ഞാലിപ്പാറ സന്ദർശിച്ചു. ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംദാസ്, സെക്രട്ടറി C വിജയരാജ്, ആർക്കിടെക്ട് C സുനിൽ, അസിസ്റ്റന്റ് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ V ശാരിക എന്നിവരാണ് വ്യാഴാഴ്ച കുഞ്ഞാലിപ്പാറ സന്ദർശിച്ചത്. സന്ദർശകരെ ആലിംഗനം ചെയ്യാനെന്ന ഭാവേന പാറയിടുക്കുകളിൽ കഥകൾ സുഖസുഷുപ്തി കൊള്ളുന്ന നീണ്ടു നിവർന്നു കിടക്കുന്ന കുഞ്ഞാലിപ്പാറയ്ക്ക് അനുയോജ്യമായ വിനോദസഞ്ചാര പദ്ധതി ഒരുക്കുകയാണ് ലക്ഷ്യം. ഇവിടം ടൂറിസം ചലഞ്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്നും അതിനായി വികസിപ്പിക്കണമെന്നും കാണിച്ച് മറ്റത്തൂർ പഞ്ചായത്ത് നേരത്തെ തന്നെ വിശദമായൊരു പദ്ധതി രേഖ വിനോദസഞ്ചാര വകുപ്പിന് സമർപ്പിച്ചിരുന്നു. പക്ഷേ തികച്ചും സാങ്കേതിക കാരണങ്ങൾ അതിന് തടസ്സമായി. ജില്ലാ കളക്ടർ കുഞ്ഞാലിപ്പാറ പദ്ധതി നടപ്പാക്കാൻ 1/2 ഏക്കർ ഭൂമി വിനോദസഞ്ചാര വകുപ്പിന് കൈമാറി. അതനുസരിച്ചാണ് 4-അംഗ സംഘം ഇവിടം സന്ദർശിച്ചത്. ഇനി ജില്ലാ ടൂറിസം വകുപ്പിന്റെ ഊഴമാണ്. 95 ലക്ഷം രൂപ ചിലവ് വരുന്ന പദ്ധതിക്ക് രൂപം നൽകി വിശദമായ പദ്ധതി രേഖ സംസ്ഥാന ടൂറിസം വകുപ്പിന് നൽകി അംഗീകാരം വാങ്ങുകയാണ് ലക്ഷ്യം. അടുത്ത 1 മാസത്തിനുള്ളിൽ പദ്ധതി രേഖ തയ്യാറാക്കി നൽകി അംഗീകാരം വാങ്ങാനാകുമെന്നാണ് പ്രതീക്ഷ എന്ന് സന്ദർശന സംഘത്തലവൻ RC പ്രേംദാസ് പറഞ്ഞു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം മറ്റത്തൂർ പഞ്ചായത്തിൻ്റെ അവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് കുഞ്ഞാലിപ്പാറ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഓൾറെഡി മറ്റത്തൂർ പഞ്ചായത്ത് ഒരു ഡീറ്റെയിൽ പ്രോജക്റ്റ് റിപ്പോർട്ട് ഇതുമായിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ എങ്കിലും ഇന്ന് ഡെപ്യൂട്ടി ഡയറക്ടറെ ഇന്ന് നമ്മൾ സന്ദർശിച്ചപ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ടൂറിസം വകുപ്പിൽ ചെയ്യാൻ കഴിയുമെന്ന് നമുക്കത് മനസ്സിലായിട്ടുണ്ട്. അതനുസരിച്ച് നമ്മൾ ഒരു പുതിയൊരു പ്രോജക്റ്റ് റിപ്പോർട്ടായിട്ട് ടൂറിസം വകുപ്പ് തന്നെ DTPCയുടെ നേതൃത്വത്തിൽ ഇതൊരു ടൂറിസം പ്രൊജക്റ്റാക്കി വികസിപ്പിക്കാനാണ് നമ്മളിപ്പം ടൂറിസം വകുപ്പ് ഉദ്ദേശിക്കുന്നത്. മറ്റത്തൂർ പഞ്ചായത്തിലെ അതിമനോഹരമായ പ്രദേശം കുഞ്ഞാലിപ്പാറ ഇപ്പോൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിഗണനയിലേക്ക് വരികയാണ്. നമ്മൾ ഒരുപാട് നാളത്തെ പ്രയത്നമായിരുന്നു ഇത് ഈ മനോഹരമായ പ്രദേശത്തെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റി തീർക്കണമെന്നുള്ളത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനങ്ങൾ പല പ്രാവശ്യം ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഓഫീസുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇത് റവന്യൂ ഭൂമി ആയതുകൊണ്ട് പഞ്ചായത്തിന് കൈമാറാൻ പറ്റില്ല എന്നുള്ളൊരു നിയമ തടസ്സം വന്നതുകൊണ്ട് നമ്മളത് DTPCനെ വീണ്ടും സമീപിക്കുകയാണ് ഉണ്ടായത്. കളക്ടർ മുഖാന്തരം DTPCയെ ഇപ്പോൾ അത് ഏറ്റെടുത്തു എന്നുള്ള രീതിയിലുള്ള ഒരു പരിശോധനയും അതുപോലെ തന്നെ അറിയിപ്പുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അധ്യാപകനും സംസ്കൃത പണ്ഡിതനുമായിരുന്ന MS മേനോന്റെ ജന്മശതാബ്ദി വർഷത്തിന്റെ ഭാഗമായി MS മേനോൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അനുസ്മരണം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഞായറാഴ്ച കൊടകരയിലും അനുസ്മരണ സമ്മേളനം നടത്തുമെന്ന് സംഘാടകർ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓഗസ്റ്റ് 10 ഞായറാഴ്ച 3 മണിക്ക് അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതത്തിന് തുടക്കം കുറിച്ച കൊടകര LP സ്കൂളിൽ നടത്തുന്ന അനുസ്മരണ യോഗം മുൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഭാരതീയ ദർശനം നൈതിക മാനങ്ങൾ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് മുഖ്യപ്രഭാഷണം നിർവഹിക്കും.
ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗം അധ്യാപികയായ ഡോക്ടർ കവിത സോമൻ പ്രഭാഷണം നടത്തും. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, നിരവധി സാംസ്കാരിക പ്രവർത്തകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. കൊടകര പഞ്ചായത്തിന്റെ സഹകരണത്തോടെ MS മേനോൻ അനുസ്മരണ സമിതി തൃശൂർ, എഴുത്തകം ആമ്പല്ലൂർ എന്നീ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ. കൊടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MS മേനോൻ അനുസ്മരണ സമിതി കൺവീനർ KS സത്യനാഥൻ, എഴുത്തകം പ്രസിഡന്റ് ED ഡേവിസ്, എഴുത്തകം സെക്രട്ടറി K സുധാകരൻ, കൊടകര പഞ്ചായത്ത് ഗ്രന്ഥശാല നേതൃസമിതി ചെയർമാൻ MK ജോർജ് എന്നിവർ പങ്കെടുത്തു. കൊടകര സ്കൂളിൽ, നാഷണൽ സ്കൂളിൽ 1944 തൊട്ട് 50 വരെ സംസ്കൃത അധ്യാപകനായിട്ട് പഠിപ്പിച്ച ഒരാളാണ് അദ്ദേഹം. അതിനുശേഷമാണ് പിന്നീട് കോളേജ് അധ്യാപകനായിട്ട് പോവുകയാണുണ്ടായത്. 51 സാംസ്കാരിക രംഗങ്ങളിൽ പുരോഗമനപരമായി സജീവമായി ഇടപെട്ടിരുന്ന ഒരു അധ്യാപകനായിരുന്നു. അതിൻ്റെ ഒരു സാഹചര്യമൊക്കെ ഡേവിസ് വിശദീകരിച്ചു. 2 സ്ഥലങ്ങളാണ് MS മേനോൻ്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത്. അതൊന്ന് കുര്യാക്കോസ് മാസ്റ്റർ സ്ഥാപിച്ച നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസർ കൂടിയായിരുന്ന C. രവീന്ദ്രനാഥാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാൻ ശ്രീ DK വിജയൻ അതിൽ മുഖ്യ പ്രഭാഷണം നടത്തും. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തനോദ്ഘാടനം പോട്ട KEC UP സ്കൂളിൽ നടത്തി. കവിയും എഴുത്തുകാരനുമായ ടിനോ തോമസ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ വത്സൻ ചമ്പക്കര അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി BPC ലിജോ, ചാലക്കുടി MEO നിഷ PB, കൊടകര BPC അനൂപ്, സ്കൂൾ പ്രധാന അധ്യാപിക സിലി സാലി, വയലാറിന്റെ കൊച്ചുമകൾ മീനാക്ഷി, റിട്ടയർഡ് അധ്യാപകൻ KR ശശികുമാർ, വിദ്യാരംഗം കൺവീനർ PS സോണി എന്നിവർ സംസാരിച്ചു. ഞങ്ങളെ സംരക്ഷിക്കേണ്ട ഒരു മാതൃപ്രതീകമാണ്, അതാണ് അമ്മ. പക്ഷെ കൂട്ടുകാരന്റെ അമ്മയെ അമ്മയെന്ന് വിളിക്കുന്നത് പോലെ അല്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ അമ്മയെന്ന് വിളിക്കുക. അവനവന്റെ അമ്മയെന്ന് വിളിക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായ സ്നേഹമില്ലേ, അതിനൊരു ഇഷ്ടമുണ്ടല്ലോ. ഇത് എന്റേതാണെന്നൊരു തോന്നലുണ്ടല്ലോ, ഇത് എനിക്ക് മാത്രമുള്ളതാണെന്നൊരു തോന്നലില്ലേ. അതാണ് അമ്മ എന്ന വാക്കിന്റെ അനുഭവം. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതി വഴി 50,000-ലധികം പട്ടികജാതി പട്ടികവർഗ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിന് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. പുതുക്കാട് 2ാം കല്ല് ഉന്നതിയിൽ നടപ്പിലാക്കിയ 1 കോടി രൂപയുടെ അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. KK രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ, പുതുക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു, ഗ്രാമപഞ്ചായത്ത് അംഗം ഹിമാദാസൻ, ജില്ലാ പട്ടികജാതി ഉപദേശക സമിതി അംഗം PK ശിവരാമൻ, പട്ടികജാതി വികസന ഓഫീസർ K സന്ധ്യ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ PC സുബ്രൻ, VR രബീഷ്, ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ TR ഷാബു എന്നിവർ പങ്കെടുത്തു. 2ാം കല്ല് ഉന്നതിയിൽ നടപ്പിലാക്കിയ അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി 9 വീടുകളുടെ നവീകരണം, 3 റോഡുകളുടെ നിർമ്മാണം, ഡിജിറ്റൽ ലൈബ്രറി, ഡ്രെയിനേജ് സംവിധാനം എന്നിവയാണ് 1 കോടി രൂപ ചെലവിൽ നടപ്പിലാക്കിയത്. തൃശ്ശൂരുകാർക്ക് ഒരു പ്രത്യേക ഒരു ശൈലി ഉണ്ടാവുന്നുണ്ട്. തൃശ്ശൂർ ഭാഷ പ്രത്യേകിച്ച് ഒരു ഭാഷയാണ്. പക്ഷെ ഞങ്ങൾ വയനാട് ജില്ലയ്ക്ക് പ്രത്യേക ഒരു ഭാഷയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയുന്നത്? പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിൽ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ റണ്ണറപ്പായ ആളൂർ SNVVHS സ്കൂളിന് സ്വീകരണം നൽകി. കായിക താരങ്ങളെയും പരിശീലകനെയും സ്കൂൾ മാനേജ്മെന്റ്, PTA, അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ, കുട്ടികൾ എന്നിവർ ചേർന്നാണ് വിദ്യാലയത്തിൽ സ്വീകരണം നൽകിയത്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് ചാലക്കുടി ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. ചാലക്കുടി SH സ്കൂളിൽ നടന്ന സെമിനാർ മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആന്റോ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK രാജു സെമിനാർ നയിച്ചു. ലോക്കൽ സെക്രട്ടറി ഡിംപിൾ MD, ട്രഷറർ രശ്മി ജോയ്, ADOC ജോബിൻ M തോമസ് എന്നിവർ സംസാരിച്ചു.
വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 250ഓളം സ്കൗട്ട് ഗൈഡുകൾ പങ്കെടുത്തു. ബോധവൽക്കരണത്തിനായി ഷോർട്ട് ഫിലിം പ്രദർശനം, ഫ്ലാഷ് മോബ് എന്നിവയും നടത്തി. ഒരു മനുഷ്യൻ നമ്മുടെ ഇതുപോലെ തന്നെ ശരീരവും ജീവനും ഒക്കെയുള്ള ഒരു മനുഷ്യൻ മൃഗത്തെക്കാൾ മാരകമായ രീതിയിലേക്ക് മൃഗീയ സ്വഭാവത്തോടു കൂടി മാറുന്നത് നമ്മളിങ്ങനെ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഓട്ടോണമസ് NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഹിരോഷിമ ദുരന്തത്തിന്റെ 80ാം വാർഷികത്തിന്റെ ഭാഗമായി ഹിരോഷിമ അനുസ്മരണം സംഘടിപ്പിച്ചു. കോളേജ് സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, NSS വളണ്ടിയർ ശ്രേയ സുരേഷ് നിർമ്മിച്ച സമാധാനത്തിന്റെ പ്രതീകമായ സഡോക്കോ കൊക്കുകളെ പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ എന്നിവർക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. NSS വളണ്ടിയർ ഏഞ്ചൽ റോസ് യുദ്ധവിരുദ്ധ ഗാനം ആലപിച്ചു. തുടർന്ന് നടത്തിയ സഡാക്കോ കൊക്ക് നിർമ്മാണ ശില്പശാലയ്ക്ക് രാജശ്രീ VV, ജിസ്മരിയ ജോസ്, ഷൈനി എന്നിവർ നേതൃത്വം നൽകി. സഹൃദയ കോളേജ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോജി കല്ലിങ്കൽ, ഡീൻ ഓഫ് അക്കാദമിക്സ് ഡോക്ടർ ഷീബ MB, NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, NSS വളണ്ടിയർമാരായ പൂർണിമ ശങ്കർ, ഗോപിക മുരളീധരൻ, മുഹമ്മദ് നിഹാൽ എന്നിവരും സംസാരിച്ചു. ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ഡിസിഷൻ എന്തുമാത്രം അഫക്റ്റീവ് ആവുകയായിരുന്നു, അല്ലെങ്കിൽ എന്തുമാത്രം അത് ഡിമാസ്റ്ററ്റിക് ആയിത്തീരുന്നു എന്ന് ചിന്തിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങളോട് സൂചിപ്പിച്ചത് പെട്ടെന്നുള്ള ഇമോഷൻ ഔട്ട്ബസ്റ്റ് ഹിരോഷിമയായാലും മറ്റേത് സ്ഥലങ്ങളിൽ നടക്കുന്ന. ചാലക്കുടി വ്യാസ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്കൂൾ കലോത്സവം സർഗം 2025 വിവിധ കലാപരിപാടികളോടെ നടന്നു. ഉദ്ഘാടന സഭയിൽ ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ TN രാമൻ അധ്യക്ഷത വഹിച്ചു. സിനി ആർട്ടിസ്റ്റ് അഖിൽ പ്രഭാകർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ്, മാനേജർ U പ്രഭാകരൻ, സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ, ക്ഷേമസമിതി പ്രസിഡന്റ് AK ഗംഗാധരൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ആർട്സ് ക്യാപ്റ്റൻ ശ്വേത പ്രമോദ് സ്വാഗതവും അസിസ്റ്റന്റ് ആർട്സ് ക്യാപ്റ്റൻ സായ് കൃഷ്ണ PS കൃതജ്ഞതയും രേഖപ്പെടുത്തി. ദേവറാമിന്റെ ഒരു സ്ഥിരം വേട്ടവർക്കായിരുന്നു ഞാൻ. ദേവറാം എന്തൊക്കെയോ എന്നെ കുറിച്ച് ഇവിടുത്തെ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ കുറെ പൊടിപ്പും തെങ്ങലൊക്കെ വെച്ച് വന്ന് പറയാറുണ്ട്. ഞാനാണെങ്കിൽ അവന്റെ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ സ്കൂൾ വിസിറ്റ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ പറയാറുണ്ട്, പൊടിപ്പിൻ തള്ളായിരിക്കുന്നതിലേക്ക്. എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചത്, ഒരു ഇനാഗുറേഷൻ ചെയ്യാൻ സാധിച്ചതൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ നിങ്ങളെയൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ ഒരു ചൈൽഡ്ഹുഡിലും ആ ഒരു സ്കൂൾ ലൈഫൊക്കെയാണ് ഓർമ്മ വരുന്നത്. അന്ന് നല്ല രസമായിരുന്നു സ്കൂൾ ലൈഫ്. പിന്നെ ഒരു ആകെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് മീറ്റ് നടന്നു. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൊടകര ശാഖയിലെ മെമ്പേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. കൊടകര സിറ്റി സെന്റർ കോംപ്ലക്സിലെ ബ്രാഞ്ച് ഓഫീസിൽ നടന്ന പരിപാടി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. BLM എക്സിക്യൂട്ടീവ് ഡയറക്ടർ VK CB അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ BLM എക്സിക്യൂട്ടീവ് ഡയറക്ടർ D ആനുറാം മുഖ്യാതിഥിയായിരുന്നു. കൊടകര GNBHS, GHSS എന്നീ സ്കൂളുകൾക്ക് BLM CSR ഫണ്ടിൽ നിന്നുള്ള ധനസഹായം BLM ജനറൽ മാനേജർ കാർത്തിക്, സ്കൂൾ ഹെഡ്മാസ്റ്റർമാരായ ജിഷ മാത്യു, താജുദ്ദീൻ KK എന്നിവർക്ക് നൽകി നിർവഹിച്ചു. GNBHSലെയും GHSSലെയും തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് BLM മെമ്പേഴ്സ് ബെനഫിറ്റ് സ്കീമിന്റെ 6 വർഷം സൗജന്യമായി അടച്ച് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് ലൈഫ് ടൈം റിട്ടേൺ കിട്ടുന്ന പദ്ധതി വിതരണം സോണൽ ഹെഡ് പ്രമോദ് നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ CD CB, പ്രനില ഗിരീശൻ, TV പ്രജിത്ത്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി ബാബു ജോർജ്, BLM സീനിയർ കോർഡിനേറ്റർ ജിത്തു രാജ്, കൊടകര ബ്രാഞ്ച് കോർഡിനേറ്റർ KV ബിജു, BLM കൊടകര ബ്രാഞ്ച് മാനേജർ സോന ജീസ് എന്നിവർ സംസാരിച്ചു. പഞ്ചവാദ്യ കുലപതി സ്വർഗീയ പത്മഭൂഷൺ കുഴൂർ നാരായണമാരാരുടെ 1 വർഷം നീണ്ടുനിന്ന ജന്മശതാബ്ദി ആഘോഷം ശതനാരായണത്തിന്റെ സമാപനം ശനിയാഴ്ച നടക്കും. കൊരട്ടി മംഗലശ്ശേരി യുണൈറ്റഡ് ക്ലബ്ബിൽ ത്രിപുടം എന്ന വേദിയിൽ വൈകിട്ട് 4-ന് നടത്തുന്ന സമാപന സദസ്സ് പഞ്ചവാദ്യകലയിലെ യുവപ്രതിഭ ചോറ്റാനിക്കര സുഭാഷ് നാരായണമാരാർ നയിക്കുന്ന ത്രിപുടത്തോടെ തുടക്കം കുറിക്കും. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കും. കേരള വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം നിർവഹിക്കും. വാദ്യകലയിലെ വിസ്മയമായ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക് ശതനാരായണ പുരസ്കാരം നൽകി ആദരിക്കും. യോഗത്തിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും. കലാഹൃദയങ്ങളെ
ആനന്ദത്തിൽ ആറാടിക്കാൻ യുവാക്കളുടെ ഹരമായ സ്റ്റീഫൻ ദേവസി, വിവേകാനന്ദ്, മഹേഷ് മണി, ഡെൽസൺ, ഋഷികേശ് തുടങ്ങിയവർ അണിയിച്ചൊരുക്കുന്ന മെഗാ ഫ്യൂഷൻ ഉണ്ടായിരിക്കും. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,470 രൂപ, പവന് 75,760 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണ. പ്രധാന വാർത്തകൾ വീണ്ടും. കുഞ്ഞാലിപ്പാറയുടെ വിനോദസഞ്ചാര സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു. MS മേനോൻ അനുസ്മരണ സമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തുമെന്ന് സംഘാടകർ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ പ്രവർത്തന ഉദ്ഘാടനം കോട്ട KEC UP സ്കൂളിൽ നടത്തി. കേരളം പദ്ധതിയിലൂടെ പട്ടികജാതി വിഭാഗത്തിലെ 50,000 യുവാക്കൾക്ക് തൊഴിൽ കണ്ടെത്തി നൽകുമെന്ന് മന്ത്രി OR കേളു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഹിരോഷിമ അനുസ്മരണം സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.